A few minutes later. എടാ സിദ്ധാർത്ഥ്, നീ എന്താണ് ഇവിടെ? ആ എടാ എന്തേ? പിന്നെ സുഖല്ലേ? എറണാകുളം വരെ പോണായിരുന്നു. ആ ബസ്സൊക്കെ അതെ ബാക്കിൽ വന്നുണ്ട്. പോണല്ലേ? പോയില്ലേ മറന്നു പോയടാ. ചേടാ ഈ എന്തിനായിരുന്നു ഇത്ര നേരം? നോക്കട്ടെ ചേടാ വീഡിയോ കൊണ്ട് ഇവിടെ ഇരുന്നു പോയി. അതല്ലേ ചേടാ. ഞാൻ പോണടാ. ശരിടാ. ഓക്കെ ശരി എന്നാ ബൈ. 3 hours later. എങ്ങനെയുണ്ട്? സുഖല്ലേ? ആ നന്നായിട്ട് കൊണ്ടാ കുഴപ്പമില്ല. One hour later. The next day. സുഹൃത്തുക്കളെ, കുറച്ചു മുമ്പേ നിങ്ങൾ കണ്ട വീഡിയോയിൽ സിദ്ധാർത്ഥനും ജർമ്മയും വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്തു. ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു യൗവനക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രായപൂർത്തി ആയവരുടെ ഇടയിൽ സ്ക്രീന് ഉപയോഗിക്കുന്നത് എത്ര സമയമെന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്. അത് നിങ്ങളെ തന്നെ ഞെട്ടിക്കും. 7 മണിക്കൂർ 6 മണിക്കൂറോളം സ്ക്രീൻ ഉപയോഗിക്കുന്നു. അതായത് TV അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോണും. ഈ ഉപകരണങ്ങളിൽ ഒരു ദിവസം ആണ് ഞാൻ പറഞ്ഞത് 6-7 മണിക്കൂർ ശരാശരി. അതിൽ നിങ്ങൾ എത്ര സമയം ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കാം. അതിലെത്ര സമയം നിങ്ങൾ നല്ല ആവശ്യങ്ങൾക്കായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എത്ര സമയം നിങ്ങൾ റീൽസ് കണ്ട് വെറുതെ സമയം പോക്കണത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടതല്ലേ സിദ്ധാർത്ഥൻ ജർമ്മയ അവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അത് ഫുൾ ശ്രദ്ധ കൊടുക്കാതെയാണ് സംസാരിക്കുന്നത്. മറിച്ച് മെസ്സേജ് അയക്കലാണെങ്കിൽ എല്ലാത്തിനും നല്ലപോലെ റിപ്ലൈ കൊടുക്കും. പക്ഷെ നേരിട്ടാകുമ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ആണ് ഈ പറഞ്ഞത്. ദമ്പതിമാരും അല്ലെങ്കിൽ കുടുംബമായിട്ടോ അവർ വീട്ടിലായിരുന്നാലും പുറത്തായിരുന്നാലും, വീട്ടിലായിരുന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അവർ TV-യിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്തു പോയാൽ മൊബൈലിലായിരിക്കാം. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ മറ്റൊരു വ്യക്തി കേൾക്കാൻ നിൽക്കില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കും. മക്കൾ അധികം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി അവരെ കയ്യിൽ ഫോൺ കൊടുത്തേക്കും. അവർ അന്യോന്യം കേൾക്കാനോ മറ്റുള്ള ഒരു വ്യക്തിക്ക് അവർ മൊബൈൽ മാറ്റിവെച്ച് അവർ സമയം നൽകാനോ നിൽക്കുന്നില്ല. അവർക്ക് മൊബൈൽ ഉപയോഗിക്കാം, അതിൻ്റെതായിട്ടുള്ള സമയത്തിന് മാറ്റിവെച്ച് ഉപയോഗിക്കാം. മൊബൈൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഏറ്റവും മികച്ചതാണ്. പക്ഷേ വെറുതെ ഉപയോഗിക്കാനാണെങ്കിൽ അത് നമ്മളെ ഏറ്റവും അധികമായി നശിപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത് നമ്മളുടെ ക്യാരക്ടറിനെ പോലും ബാധിക്കും. നമ്മൾ എത്രത്തോളം നമ്മളെ സഹായിക്കാത്ത കാര്യങ്ങൾ കാണുന്നു, നമ്മളും അതുപോലെ ആയിത്തീരും. ഞാൻ കാര്യമായിട്ടാണ് പറയണത്. നമ്മളെ സമയം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ കുട്ടികളുടെ എല്ലാം സൂയിസൈഡ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മോശമായ രീതിയിലേക്ക് പോകുന്നതും കൂടുതലാണ്. ഓരോ ലഹരിക്കും അടിമപ്പെടുന്നത്. നമ്മൾ ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ പോലും നല്ല ശ്രദ്ധ അവരുടെ മക്കളിൽ വെക്കുക. അവരൊന്ന് ചെറുങ്ങനെ തന്നെ ഒരു സൈഡ് മാറുമ്പോൾ മാതാപിതാക്കൾ അങ്ങനെ ശ്രദ്ധ വെക്കുന്നവർക്ക് കാണാം, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മളുടെ ഒരു ഫുൾ ശ്രദ്ധ അവരുടെ മേലിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ അവർ നല്ല ഏറ്റവും മികച്ചൊരു വ്യക്തിയായി മാറും. നമ്മളിപ്പോൾ പാഴാക്കുന്ന ഓരോ നിമിഷവും
വെറുതെ റീൽസ് കണ്ട് പായാക്കുന്ന ഓരോ നിമിഷം അത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല്ല. പോരാതെ എല്ലാ വ്യക്തികളും ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നമ്മളുടെ സമയം നല്ല രീതിയിലാണോ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ പായാക്കിയതാണോ? നമ്മുടെ വായി ഒരാളെ പണിയുവാനും അല്ലെങ്കിൽ ഒരാളെ തകർക്കുവാനും ആയി ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് ഫോണും. നമ്മളെ പണിയുവാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളെ തന്നെ തകർക്കുവാനായിട്ടും ഉപയോഗിക്കാം. നമ്മളിലൂടെ മറ്റുള്ളവരും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അധികവും യഥാർത്ഥമായ ജീവിതത്തിൽ നടക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ഫിലിമിലെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായ രീതിയിലാണ് പ്രണയത്തെ പറ്റിയെല്ലാം കാണിക്കുക. പക്ഷേ യഥാർത്ഥമായ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അത് ഓർത്തിട്ട് അയ്യോ അതുപോലെ അല്ലല്ലോ എൻ്റെ ജീവിതം. ഇല്ല, നമ്മൾ ആയിരിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് അത് നേരാക്കി പണിത് യഥാർത്ഥമായ ജീവിതത്തിൽ അതുപോലെ ചിന്തിച്ച് ജീവിക്കുക. മൊബൈലിൽ കാണുന്ന പലതും അഭിനയമാണ്. യഥാർത്ഥമായ ജീവിതത്തിൽ അങ്ങനെ നടക്കൂല. അപ്പോൾ നമ്മളുടെ സമയം വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കുക. അത് മോശമായ രീതിയിലോ അല്ലെങ്കിൽ നല്ല രീതിയിലോ നമുക്കാണ് ദൈവമായൊരു അവസരം നൽകിയിരിക്കുന്നത്. നമ്മളുടെ മുമ്പാകെ ജീവൻ്റെ വഴിയും നാശത്തിൻ്റെ വഴിയും ദൈവം വെച്ചിരിക്കുന്നു. അപ്പോൾ മൊബൈൽ നല്ല രീതിയിൽ ഉപയോഗിക്കുക.